സുരേഷേട്ടാ, ഞാൻ കേട്ടിട്ടുണ്ട് റിംഗ് എക്സ്ചേഞ്ച് നടന്നത് ഫ്ലൈറ്റിൽ വെച്ചാണോ ചോദിച്ചു? ആണല്ലേ? ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും മറ്റേ ഫുൾ ആക്ഷൻ ഹീറോസിനെ നൽകിയിട്ടുള്ളത് കാണുമ്പോൾ നമുക്കറിയാം ഫുൾ ടഫാണ്. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തെറി കേട്ടിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഫുൾ സെറ്റിലൊക്കെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസിപ്ലിൻ അങ്ങനെ പാലിക്കുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഒരു റൊമാൻറ്റിക് ഹീറോ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. എങ്ങനെയൊക്കെ ഉണ്ടായി. ഇതില് ഹംസമാണോ? ഇല്ല, അല്ലല്ലോ. അനുഗ്രഹമാണ്. സത്യത്തില് ഈ ഫ്ലൈറ്റ് വെച്ച് റിംഗ് എക്സ്ചേഞ്ച് നടന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല, ഇപ്പോഴാണ് അറിയുന്നത്. റഞ്ജിയും ഷാജിയും കൂടി എന്നെ വിളിക്കുമ്പോൾ മാത്രമാണ്. അത് രജിസ്റ്റർ മാരേജ് നടക്കുന്നതിന് കഷ്ടിച്ച് 2-3 ദിവസം മുമ്പ് മാത്രമാണ് ഇങ്ങനൊരു വളർച്ചയിലേക്ക് അത് എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ലവിന് ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യൽ ഏറ്റവും കൂടുതൽ പങ്ക് രഞ്ജിയേട്ടനായിരുന്നു. ഫ്രം ദ ബിഗിനിങ് അറിയാവുന്ന ആള് പുള്ളിയാണല്ലേ? രഞ്ജിയേട്ടൻ ഹംസമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ രഞ്ജിയേട്ടൻ അത് സമ്മതിക്കും. ചിലപ്പോൾ എൻ്റെ ഒരു ബ്രദർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് സമ്മതിക്കും. ശരിക്കും ഒരു ഞങ്ങളുടെ ലൈഫിലെ ഒരു നല്ലൊരു പാട്ട് രഞ്ജിയേട്ടൻ. ഞാനത് നിങ്ങളുടെ 3 പേരുടെ ഇടയിലുള്ള ബ്രദർഹുഡ് എന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ സാധിക്കില്ല. എപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ബ്രദേഴ്സ് എന്നുള്ളതാണ്. അതിനൊരു നല്ല കൈയടി. മക്കൾ ചോദിക്കട്ടെ, വീട്ടിൽ അച്ഛൻ എങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? വലിയ സ്ട്രിക്റ്റ് അല്ല, എന്നാലും ഉണ്ട്. പക്ഷേ ആണ്. അത് അച്ഛനും അമ്മയും പ്രേമിച്ച് കെട്ടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപക്ഷെ അനുശേഷിക്ക് അതായിരിക്കും ഇഷ്ടപ്പെട്ടത് അല്ലേ? ഒരു കെയറിങ്, ഒരു നല്ലൊരു. ഞാൻ എപ്പോഴും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ ഉള്ളില് ഞാൻ കല്യാണം കഴിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു ലവിങ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, ഒരു കെയറിങ് ഉണ്ടാവണം, ഒരു കൺസേൺ, ഒരു വൈഫ്, ഒരു ഈക്വാലിറ്റി അങ്ങനെ തരുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒരാളെ തന്നെ കിട്ടിയിട്ടുള്ളതാണല്ലേ? അതെ. ഒരു കാര്യമുണ്ട് വളരെ വളരെ സ്പഷ്ടമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഷാജിയുടെ ഒരു ഹൃദയത്തിലെ റൊമാൻസ് എവിടെ ഒളിഞ്ഞു കിടക്കുന്നു, അതെങ്ങനെ മനസ്സിലാക്കി എന്നാണ് ചോദിച്ചത്. പക്ഷെ ഷാജി പരക്കെ അറിയപ്പെടുന്ന, ഞാനും ഷാജിയും റഞ്ജിയും ഒക്കെ സിനിമയിലെ ചട്ടമ്പിമാരാണ്. ഭയങ്കര ചട്ടമ്പിത്തനവും അല്ലേ, കുറുമ്പത്തനവും ഒക്കെ ഉള്ളവരാണ്. ഇത് റൊമാൻസിന്റെ കാര്യം വന്നപ്പോ ഷാജി ശരിക്കും ചിത്ര എന്താവണമായിരുന്നു അതായി. ചിത്ര ചട്ടമ്പിയായി മാറി. ഒരു ചട്ടമ്പിത്തരം അവൾക്ക് മേനോൻ സാറിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോ ഉണ്ട്. സുരേഷ് അത് ഈ പറഞ്ഞ പോലെ ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത് കാണുകയും ചെയ്യും. ആ ചട്ടം വിട്ട് കളിക്കില്ല. കാര്യം എന്താ പറയാ, അത് എന്നിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഞാൻ അല്ലാതായി പോകും. ഐ വോണ്ട് ബി ലൈക്ക്. ഞങ്ങളുടെ വീട്ടില് മാവ് പ്ലാവ് ഒക്കെ ഉണ്ട്, എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മാവും പ്ലാവൊക്കെ താഴെ കായ്ക്കണേന്നാണ്. ഏത് നിമിഷം ചാടി കയറും. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ ചട്ടമ്പിന്നേ പറഞ്ഞുള്ളൂ, മരം കയറി പറഞ്ഞില്ല. ഇത്രയില്ല എന്തായാലും. ഞങ്ങൾ കോട്ടയംകാർക്ക് ഇച്ചിരി അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? കോട്ടയത്തിന് തൊടുമ്പോ ഇച്ചിരി നോവും. ഒരു പാലക്കാരി ഉണർന്നു.